വനിതാ ദിനമൊക്കെ വന്നും പോയൊക്കെ ഇരിക്കും, എല്ലാ വർഷവും ഉണ്ടാവും. രാത്രി സമയത്ത് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് കൂട്ടത്തോടെ ഇരുട്ടത്ത് നടന്നതുകൊണ്ടോ, പകൽ സമയം കുറേ സ്ത്രീ കൂട്ടങ്ങൾ ഓടിയത് കൊണ്ടോ, പ്രത്യേകിച്ച് ദുഃഖം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു സ്ത്രീക്ക് മാറ്റമുണ്ടാവണമെങ്കിൽ അവർ തന്നെ സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ പറ്റൂ. ഇന്നും ഈ കാലത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ്. നല്ല വിദ്യാഭ്യാസം നേടിയിട്ട് പോലും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ധാരാളം സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പ്രസവം, പിന്നെ കുട്ടികളുടെ വളർത്തുന്ന തിരക്കായി അവരുടെ നല്ലൊരു പ്രായം അങ്ങ് തീർന്നു പോകും. അതോടൊപ്പം തന്നെ നല്ലൊരു അമ്മ ആവാൻ വേണ്ടിയുള്ള ശ്രമം, നല്ലൊരു ഭാര്യ ആവാൻ വേണ്ടിയുള്ള ശ്രമം, നല്ലൊരു സ്ത്രീ എന്നുള്ളൊരു പേര് കേൾക്കാൻ വേണ്ടി കുടുംബത്തിലെ പല ആവശ്യങ്ങളും സ്വയം അടിച്ചമർത്തപ്പെട്ട് ആത്മസംഘർഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ ചുറ്റും. അതുപോലെ തന്നെ മക്കളുടെ വെറും ജോലിക്കാരികളായിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഒരു കൈസഹായം പോലും ചെയ്തു കൊടുക്കാത്ത ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. നല്ല രീതിയിലൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു മരുന്ന് തീർന്നു പോയാൽ മരുന്നിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന സ്ത്രീകളുണ്ട് ചുറ്റും. സ്വയം ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോകുന്ന നമ്മുടെ സ്ത്രീകൾ, അവർക്കാണ് ഒരു വെളിച്ചമാവേണ്ടത്. അവർ സ്വയം തിരിച്ചറിഞ്ഞ് തൻ്റെ മാനസിക ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാക്കി ഒരു കോട്ടവും തട്ടാതെ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ടെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ നമ്മളാവുന്ന സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ.